ബാ നമുക്കൊന്ന് കൈ നോക്കാമെന്നൊക്കെ ചേച്ചി പറഞ്ഞു കേട്ടോ. ഞാനിവിടെ വന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഒന്ന് ഞാൻ ബീച്ചൊക്കെ ഒന്ന് രസിച്ച് കാണാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞേ എനിക്കൊന്നും കിട്ടിയില്ല, എൻ്റെ മുഖം കണ്ടിട്ട് പാവം തോന്നണേ. ഇമ്പളെ പാവാണല്ലേ, അതുമ്പക്കല്ലേ അറിയുള്ളൂ. നോക്കട്ടെ അല്ലേ. പേര് മോനിഷ. ഐശ്വര്യമുള്ള പേരാണല്ലോ. കൈരേഖി മുഖരേഖി നല്ലതാണ്. ഇത് ആയുസാണത്, ബുദ്ധിയാണത്, ഭാഗ്യരേഖ. നല്ല മനസ്സുള്ളവളാണ്. തൊള്ളവടായിന്ന് മാത്രമേ ഉള്ളൂ, മനസ്സിലൊന്നും ഇല്ല. ഇല്ല, അതുണ്ട് തുറന്നു പറയും. ഏത് ആൾക്കാർ വന്നാലും ഏത് കോടീശ്വരന്മാരായാലും ഏത് പാവങ്ങളായാലും കണ്ടത് പറയാൻ കൊടുക്കട്ടെ. അതാണ്, കോടീശ്വരന്മാര് പാവങ്ങളൊന്നും നോക്കൂല. ജാതി മതമില്ല, സത്യം ഒരേപോലെ തന്നെ. പാവങ്ങളെ ഇഷ്ടപ്പെട്ടവരാണ്. എങ്ങനെ പാവപ്പെട്ടവരെ വലിയ ഇഷ്ടമാണ്. ആണ്, പാവപ്പെട്ടവരെ ഇഷ്ടം തന്നെയാണ്. ആണല്ലോ എന്ന് വെച്ചാൽ ഞാൻ വലിയ പൈസക്കാരിയല്ല. പൈസക്കാരൊന്നല്ല. ഏത് ആൾക്കാർക്കും നിങ്ങളെ സഹായിക്കും. അതുണ്ട്, മറ്റുള്ളവരെ കാര്യം അതുണ്ട്, സഹായിച്ചു കൊടുക്കും. എനിക്ക് പറ്റുന്ന ഞാൻ ചെയ്തു. ഏത് ആൾക്കാരെ കൊണ്ട് പെരുമാറാനും നല്ല രീതിയിൽ നിൽക്കാനും പഠിച്ചിട്ടുണ്ട്. വെറുപ്പിക്കൂല, വെറുപ്പിക്കാൻ നിൽക്കലില്ല. സത്യ മനസ്സാ, സത്യമാണ്. ചതിവഞ്ചന എന്ന് അറിഞ്ഞൂടാ. ചതിവഞ്ചന അറിയില്ല. ഭർത്താവ് ആള് യോഗ്യന. ഏത് മഹാമാർക്കും ഭർത്താവ് എങ്ങനെ ആള് യോഗ്യനാണ് ഭർത്താവ്. മഹാമാർക്ക് ഇഷ്ടപ്പെട്ടവനാണ്. ഹസ്ബൻഡിനെ കുറിച്ച് ഒരു പേരുണ്ട്, പേരെടുത്ത ആളാ ഹസ്ബൻഡിനെ കേട്ടോ പറയുന്നേ. ഇത് കിടക്കുന്ന രേഖ ഭാഗ്യരേഖ. ഭാഗ്യമുള്ള കയ്യാ. ജനിച്ചു വിടുന്നക്കാട്ടി ഭാഗ്യവതിയാണ് ഭർത്താവിൻ്റെ വീട്ടിൽ. ശരീരസുഖമില്ല, തടി കണ്ടൊരു കേടുമില്ല. എന്നാൽ വലിയ സൂക്കടാക്കൊന്നല്ല, ചെറിയ മീനെ വന്ന് വലിയ മീനാക്കാൻ പറ്റില്ല. അങ്ങനെയൊന്നുമില്ല. ഓപ്പറേഷൻ കഴിയേണ്ട ഫലം കഴിഞ്ഞിട്ടുണ്ടല്ലേ കയ്യിൽ? അതുണ്ട്, കഴിഞ്ഞു. ഓപ്പറേഷങ്ങളൊക്കെ കഴിയേണ്ട ഫലം കഴിഞ്ഞു. ഇനി ഓപ്പറേഷൻ വരില്ലല്ലോ. ഇനി കഴിയേണ്ട ഫലം കൂടുതലായിട്ട് കാണുന്നില്ല. ഇനി വരികയാണെങ്കിൽ അത് വടിയായാൽ മതി ചേച്ചി. മുഖം എപ്പോഴും പുഞ്ചിരിയാ. പുഞ്ചിരി തന്നെയാ, ചിരിച്ചോണ്ടാ. സത്യോ, അതൊക്കെ ചേച്ചി പറഞ്ഞ ശരി തന്നെ കേട്ടോ. ഉള്ളിൽ വേദന ഉണ്ടെങ്കിലും പുറമെ ചിരിക്കുകയാണ്, അത് സത്യമാണ് കേട്ടോ. ഏതാളെ കൊണ്ട് ചിരിച്ചിട്ട് കാര്യം കഴിച്ചിട്ടൊക്കെ അങ്ങനെ വേണോ? എല്ലാവരും പോകൂല, അനാവശ്യമില്ല. സത്യം. ഇവിടുത്തെ ജോലി തന്നെ വാങ്ങേണ്ട കല്യാണം. ജോലി കിട്ടാന്ന് വെച്ചാൽ ജോലിക്ക് ഇങ്ങനെ നടക്കാണ്. ഞാൻ ഇപ്പോൾ ഒരു കോഴ്സ് ചെയ്തതാണ്. പിന്നെ ആ കോഴ്സിനെ സംബന്ധിച്ചിട്ട് കിട്ടണം എന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ ഓരോന്നിനും നടക്കും. ജോലിക്ക് ബന്ധപ്പെടാൻ പോകുന്നുണ്ട്. കാര്യപ്പെട്ട ഒരാളടുത്ത് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. കൊടുത്ത വാക്കിന് മറുപടി അത് സന്തോഷപ്പെടും. ഇപ്പോൾ ജോലി സംബന്ധിച്ചിട്ടാണ്. ആണോ? കിട്ടാനും അറിയപ്പെടാനും പല കേട്ടാ. ഉയർന്ന കയ്യാണ്. ജീവിതങ്ങളൊക്കെ മുന്നോട്ട് പോകും. കുടുംബസ്നേഹമുള്ളവളാണ്. എല്ലാവരും വേണമെന്നുള്ള അഭിപ്രായം. ഒരാളെ കൂട്ടത്തിൽ വിജയമുണ്ടോ പരാജയപ്പെടില്ല. കയ്യ് ഒട്ടക്കയ്യ. ഒട്ടക്കയ്യൊന്നുമല്ലോ. കയ്യിൽ പൈസ ഇരിക്കൂലല്ലോ. 10 പൈസ കിട്ടിയായിരിക്കും കൊടുക്കൂല വിചാരിക്കും. ചിലവാക്കിങ്ങനെ സമാണല്ലോ. അതാരെങ്കിലും അയ്യോ പാവം പറഞ്ഞ ഞാൻ കൊടുത്തു കിടക്കുന്ന. അപ്പം അതിനെ പറഞ്ഞ് നിങ്ങളെ കാര്യം അവിടെ കിടന്നാലും മറ്റുള്ളവരെ ആരാം കാലത്തിന് പ്രശ്നത്താണ്. മനസ്സാ വിജയിക്കും, പരാജയപ്പെടുന്നില്ല. നേട്ടത്തോടെ കൂടെ വിജയിച്ച് നല്ല നിലയ്ക്ക് എത്തി വരാനുള്ള ഫലമുണ്ട്. ഇപ്പോൾ കുറച്ചൊരു മുടക്കുകൾ പരാജയമൊക്കെ കാണുന്നുണ്ട്. അതിനൊക്കെ കഴിച്ചിലായി മനസ്സ് ഉദ്ദേശവരെ നടന്ന് നല്ല നിലയ്ക്ക് എത്താം. ഫലമുണ്ട്. ഐശ്വര്യമുള്ള കല്യാണം. ചേച്ചി അന്നപ്പോൾ ചേച്ചി ഞാൻ ചേച്ചീനെ കാണിച്ചില്ല കേട്ടോ. ദൈവം സത്യം കാണിച്ചില്ല, കാണിക്കൂല. അതുകൊണ്ടാണ് ഞാൻ ചേച്ചീനെ കാണിക്കാത്തത് കേട്ടോ. ചേച്ചി ആദ്യം പറഞ്ഞു എവിടെന്നാ മല, ഏത് മല? മലംകുർത്തികളാണ് ചേച്ചി പറഞ്ഞ. മലക്കുർത്തികളാണ്. അതെ, ശിവനും പാർവതിയും തരുന്ന വരാണ്. അപ്പോൾ അവരുടെ ഇതൊന്നും കാണിക്കരുത്, അവരുത്. അപ്പം നമ്മളങ്ങനെ അവരെ ഫേസ് ഒന്നും കാണിക്കരുതല്ലോ. സോ ഞാൻ അങ്ങനെ കാണിക്കാൻ നിൽക്കില്ല. ഗുരുവായൂരപ്പനെ പിടിച്ച് സത്യമാണ് ഞാൻ കാണിക്കില്ല എന്ന്. അതുകൊണ്ടാണ് ചേച്ചീനെ കാണിക്കാതെ. അതാ ചേച്ചീൻ്റെ സൗണ്ട് വരാതെ. ചിലപ്പോൾ ചെറുങ്ങനെ വരും കേട്ടോ. അത് പക്ഷേ കേൾക്കൂല, എൻ്റെ സൗണ്ടാണ് വരിക. അപ്പോൾ ചേച്ചി പറഞ്ഞ ഇൻ്റെ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ കറക്റ്റാണ്. ഞാൻ വാടക വീടാണെന്ന് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ഇങ്ങോട്ട് പറഞ്ഞു കേട്ടോ വാടക വീടാണെന്ന്. അതൊക്കെ സത്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ചേച്ചിക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ. എത്ര ചേച്ചി ചാർജ്? 500 ഉറുപ്പ്യ. ബെസ്റ്റ്. ചേച്ചി ആരും വന്നിട്ടുണ്ടായില്ല? ഞാൻ എനിക്ക് സുഖമില്ലാത്ത ആളാണ്. കാലിനിവിടെ പിന്നെ ആണോ? അപ്പോൾ ഓപ്പറേഷൻ ചെയ്തു. എവിടെയാ സ്ഥലം? ചേളാരി. ചേളാരി ഇവിടെ തന്നെ. കാലിൻ്റെ ഇത് മാറ്റിയതാണ്. അപ്പം അന്നപ്പോൾ നിങ്ങൾ മലംകുർത്തി എന്നൊക്കെ പറഞ്ഞു. ഇവിടെ എവിടെയാ മല? ഇവിടെ മല വേണ്ട, ഞങ്ങൾ മലംകുർത്തികളാണ്. മലയിലുണ്ടാക്കില്ല, പാരമ്പര്യം. പാരമ്പര്യമാണ്. അങ്ങനെ ഞങ്ങളെ ദൈവമുണ്ട്. ഞാൻ അങ്ങനെ കളിയാക്കിയല്ല കേട്ടോ ചേച്ചിയെ. ഞങ്ങളെ ദൈവമുണ്ട് നിലമ്പൂര്. നിങ്ങൾ പരമ്പര. അപ്പം നിങ്ങളെ കുടുംബക്ഷേത്രം എവിടാ? കുടുംബക്ഷേത്രം ഞാൻ പറഞ്ഞു. നിലമ്പൂര്. ഇടക്കര സുന്ദത്ര വൈദ്യുതി നമ്മുടെ മലംകുർത്തിയുടെ ദൈവം. ആണോ? പേടികട്ട
തീയന്മാരോ? ഞങ്ങളല്ല, ഞങ്ങൾ പോകും ഇവിടെ ഉത്സവങ്ങൾ. അപ്പം നിങ്ങൾക്ക് അതിന്റെ മെയിൻ ചാർജ് ഉണ്ടല്ലേ? അതെ, ഞങ്ങളാണ് ചെയ്യേണ്ടത്. ഞങ്ങളതങ്ങനെ കൊണ്ട് നടന്നിട്ടില്ല, ഞങ്ങളാൾക്കാർ അങ്ങനെ ചെയ്തിട്ടില്ല. ഒരു തീയന്മാർക്കാണ് കിട്ടിയത്. അപ്പം ഓലാണത് കൊണ്ട് നടത്തുന്നത്. നമ്മുടെ കൊല്ലത്തിൽ മാസത്തിലാണ്. നിങ്ങളെ ഒരു പ്രസൻസ് അവിടെ വേണമല്ലോ. അതിന് ഞങ്ങളാൾക്കാർ പോകുന്നുണ്ട്. അങ്ങനെ പോകലൊക്കെ ഉണ്ട്. നമ്മളെന്താ വെച്ചാൽ ഞങ്ങൾ സഹായങ്ങളൊക്കെ ചെയ്യണം, പോവുകയൊക്കെ ചെയ്യണം. പിന്നെ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഭാവി ഭൂതം വർത്തമാനമൊക്കെ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ അവർക്കൊരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ജോലിയൊക്കെ കിട്ടി ഞാൻ ബീച്ചിലേക്ക് വരുന്ന സമയത്ത് ചേച്ചീനെ കണ്ടാൽ ഞാൻ തന്നേലും കുറച്ചുകൂടി എന്തെങ്കിലും ഞാൻ തരുന്നു. എന്തുകൊണ്ടാണ് അറിയാവോ? എൻ്റെ കയ്യിൽ ഇപ്പം എനിക്കൊന്നുമില്ല കേട്ടോ കൊടുക്കാൻ. അവർ പറഞ്ഞേ എനിക്ക് 2 മക്കളാണുള്ളത്, 2 കുട്ടികളും പെൺകുട്ടികളാണ്. പിന്നെ അവർക്ക് സുഖമല്ലോ, മറ്റേ വൈകല്യമുള്ള കുട്ടികളുണ്ടല്ലേ, ബുദ്ധിക്ക് അങ്ങനത്തെ അതാണോലു. അപ്പോൾ ഹസ്ബൻഡ് എന്തോ കൂലിപ്പണിയാണ്. അപ്പോൾ അവരിങ്ങനെ നടക്കാണ്. അവരവരുടെ ഓരോ ഇത് പറഞ്ഞതാണ് കേട്ടോ. എൻ്റെ അടുത്ത് ഇങ്ങനെ പൈസ അത്ര വേണം ഇത്ര വേണം എന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ 100 കൊടുത്തെന്നാണ്. എനിക്കത് കുറവാണോ കൂടുതലാണോ എന്നൊന്നും എനിക്കറിയില്ല. ഒരു 100 അങ്ങോട്ട് കൊടുത്തു, അത്ര തന്നെ. അപ്പോൾ സാർ ഞാൻ പറഞ്ഞു എനിക്ക് ജോലി കിട്ടട്ടെ. ഇപ്പം ഞാൻ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചിലവിലാണ് നിൽക്കുന്നത്. എനിക്ക് ജോലി കിട്ടട്ടെ. അന്നിപ്പോൾ ഞാൻ കാണുമ്പോൾ ചേച്ചീനെ തന്നെ ഞാൻ വിളിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് പറ്റുന്നത് ഞാൻ ചെയ്തു. അപ്പോൾ ഇന്നൊക്കെ ഇത്രയേ ഉള്ളൂ. പിന്നെന്താ, ബൈ.